മാവേലി ഉണ്ടായിരുന്ന ചക്രവർത്തി പരമ്പരയെന്ന് വിശ്വസിക്കുന്ന ആയി രാജാക്കന്മാരുടെ ആസ്ഥാനം മേലാളന്മാർക്കു നേരെ കഠാര ചൂണ്ടിയിറങ്ങി രാജപാതകളിലൂടെ വില്ലുവണ്ടി പായിച്ച സാക്ഷാൽ അയ്യൻ കാളിയുടെ ജന്മത്താൽ അനുഗ്രഹീതമായ നാട്. 20 നൂറ്റാണ്ട് മുൻപ് തന്നെ റോമാ സാമ്രാജ്യത്തിന്റെ കച്ചവടക്കപ്പലുകൾ വന്നണഞ്ഞ് സ്വർണം ചൊരിഞ്ഞ് കുരുമുളക് കയറ്റിപ്പോയ തീരം. ഈജിപ്തിലെ ഫറവോമാരുടെ പിരമിഡുകളിൽ ഇട്ടുമൂടാൻ ഏലവും കറുവപ്പട്ടയും കയറ്റി അയച്ച മണ്ണ്. യവനവീരന്മാരുടെ നൗകകൾ പണിയാൻ തേക്കിൻ തടികൾ കയറ്റിപ്പോയ തുറമുഖം. കോവളം കവികളാൽ കവിത്വമുണ്ടായതും ഇതേ മണ്ണിനാണ്. ഇങ്ങനെ ചരിത്രം ഇരമ്പിയാർത്തു വരുന്ന ഒരു തീരം അത് ലോകത്തൊന്നേയുള്ളൂ. അതിൻ്റെ പേരാണ് വിഴിഞ്ഞം. ന്യൂസ് മലയാളത്തിൻ്റെ XR സാങ്കേതിക വിദ്യയിലൂടെ നമ്മൾ ഇന്ന് വിഴിഞ്ഞത്തേക്കുള്ള യാത്രയിലാണ്. എന്താണ് വിഴിഞ്ഞം എന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നേയുള്ളൂ. 24 മീറ്റർ വരെ ആഴമുള്ള സ്വാഭാവിക തുറമുഖം. ലോകത്തിലെ ബഹുഭൂരിപക്ഷമുള്ള തുറമുഖങ്ങളുടെയും ആഴം 10 മീറ്ററും അതിൽ താഴെയുമാണ്. വലിയ കപ്പലുകൾക്ക് അടുക്കാനായി തുറമുഖത്തിന്റെ ആഴം കൂട്ടുകയോ അല്ലെങ്കിൽ ഡ്രഡ്ജിംഗ് നടത്തുകയാണ് സാധാരണ എല്ലായിടത്തും ചെയ്യുന്നത്. കൊച്ചിയിലെ വില്ലിംഗ്ടൺ ഐലൻഡ് രൂപപ്പെട്ടത് പോലും തുറമുഖത്തിനായി ഇങ്ങനെ ആഴം കൂട്ടിക്കൂട്ടിയാണ്. വിഴിഞ്ഞം ജന്മനാ നല്ല ആഴമുള്ള തുറമുഖമാണ്. അവിടേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. നമ്മളിപ്പോൾ സഞ്ചരിക്കുന്ന കിഴക്കു പടിഞ്ഞാറൻ കപ്പൽ പാത എടുക്കുക. യൂറോപ്പിനെയും ഗൾഫിനെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും തിരക്കേറിയ പാത. ഇവിടെ നിന്ന് 10 നോട്ടിക്കൽ മൈൽ, അതായത് വെറും 19 കിലോമീറ്റർ മാത്രം അകലെയാണ് വിഴിഞ്ഞം. രാജ്യാന്തര കപ്പൽ ചാലിനോട് ഇത്രയും ചേർന്ന് നിൽക്കുന്ന മറ്റൊരു തുറമുഖവും ഇന്ത്യയിലില്ല. അതായത് സംഭവം ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് പ്രകൃതി പണിതിട്ടിരിക്കുന്ന തുറമുഖമാണ്. ആഴത്തിനാഴവും അടുപ്പത്തിനടുപ്പവും ജന്മനാ ഉണ്ടെന്നർത്ഥം. അതിൽ ചില തട്ടും മുട്ടും മാത്രമേ സംസ്ഥാന സർക്കാരിനും അദാനി പോർട്സിനും ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. തുറമുഖ സംഭരണ ശേഷിയുടെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് വരാം. അതിനു മുൻപ് ഈ മദർഷിപ്പ് എന്ന് പറയുന്നുണ്ടല്ലോ. എന്താണ് ഞാൻ ഈ നിൽക്കുന്ന മദർഷിപ്പിന്റെ പ്രത്യേകത? അതൊന്ന് കാണാം. മദർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലളിതമായി ഇത്രയേ ഉള്ളൂ. നിരവധി ചെറു കപ്പലുകൾക്ക് വേണ്ടത്രയും ചരക്ക് കൊള്ളുന്ന കപ്പൽ. സാധാരണ തുറമുഖങ്ങളിൽ, ഉദാഹരണത്തിന് കൊച്ചിയിലെ പഴയ രാജീവ് ഗാന്ധി കണ്ടെയ്നർ ടെർമിനൽ പോലുള്ളവയിൽ അടുക്കുന്നത് ചെറുതും ഇടത്തരം വലുപ്പമുള്ളതുമായ കപ്പലുകളാണ്. അത്തരം നിരവധി ചെറു കപ്പലുകൾ ദീർഘയാത്ര ചെയ്തു വരുന്നത് ചെലവ് ഇരട്ടിയാക്കും. ചെലവ് കുറയ്ക്കാൻ വലിയ കപ്പലിൽ അഥവാ മദർഷിപ്പിൽ കൊണ്ടുവരും. മദർഷിപ്പുകളുടെ വ്യത്യാസം അറിയാൻ ആദ്യം മറ്റു കപ്പലുകളുടെ ശേഷി അറിയാം. പനാമാക്സ് എന്നറിയപ്പെടുന്ന പനാമ കടലിടുക്കിലൂടെ പോകാൻ തക്ക വലിപ്പമുള്ള കപ്പലുകളുണ്ട്. അവയിൽ 4000, 5000 TEU ആണ് കൊള്ളുക. ഒരു TEU എന്ന് പറഞ്ഞാൽ 20 ഈക്വലന്റ് യൂണിറ്റ് ആണ്. അതായത് 20 അടി വലിപ്പമുള്ള കണ്ടെയ്നർ എന്നർത്ഥം. അത്തരം 4000 മുതൽ 5000 വരെ കണ്ടെയ്നറുകളാണ് പനാമാക്സ് സൈസിലുള്ള കപ്പലുകളിൽ കയറുക. പോസ്റ്റ് പനാമാക്സ് എന്നറിയപ്പെടുന്നവ അല്പം കൂടി വലുതാണ്. 6400 TEU ആണ് ശേഷി. സ്യൂമാക്സ് എന്നറിയപ്പെടുന്ന കപ്പലുകളുണ്ട്. ഇവയാണ് വലുപ്പത്തിൽ ഇടത്തരം. 20 അടി നീളമുള്ള 12000 കണ്ടെയ്നറുകൾ വരെ ഇവയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയും.
സ്യൂമാക്സിന് മുകളിലാണ് മദർഷിപ്പുകൾ. 15,000 മുതൽ 24,000 കണ്ടെയ്നറുകൾ വരെ കൈകാര്യം ചെയ്യാൻ ഇവയ്ക്ക് കഴിയും. MSC ഐറിനെയാണ് ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും വലിയ മദർഷിപ്പ്. ഇതിൽ 24,346 കണ്ടെയ്നറുകൾ കയറ്റാം. തുറമുഖത്തേക്ക് മാത്രമല്ല, ചെറു കപ്പലുകളിലേക്ക് നേരിട്ട് കണ്ടെയ്നറുകൾ മാറ്റാൻ കഴിയും. തീരത്ത് ഇറക്കാതെ തന്നെ കപ്പലുകളിലേക്ക് മാറ്റാം എന്നതിനാൽ സമയം മാത്രമല്ല ചെലവും ലാഭിക്കാം. ഏറ്റവും വലിയ മദർഷിപ്പായ MSC ഐറിനയുടെ കാര്യമെടുത്താൽ നീളം മാത്രം 399.99 മീറ്ററാണ്. ഏകദേശം 400 മീറ്റർ നീളം എന്നു പറയാം. ഒരു അത്ലറ്റിക് ട്രാക്ക് നിവർത്തി വെച്ചാൽ ഉണ്ടാകുന്ന ദൂരമാണ് 400 മീറ്റർ. ഐറിനയുടെ വീതി 61.33 മീറ്ററാണ്. ഐറിനയുടെ ആഴം അഥവാ മൊത്തം ഉയരം 16 മീറ്ററാണ്. വിഴിഞ്ഞത്തിന് 24 മീറ്റർ വരെ ആഴമുണ്ടെന്ന് നമ്മൾ കണ്ടു. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ മദർഷിപ്പായ MSC ഐറിന് വിഴിഞ്ഞത്ത് എളുപ്പത്തിൽ വന്നു നിൽക്കാം. ഇന്ത്യയിലെ മറ്റു തുറമുഖങ്ങൾക്കൊന്നും സ്വാഭാവികമായി ഇത്രയും ആഴമില്ല. അതാണ് വിഴിഞ്ഞത്തെ വേറിട്ട് നിർത്തുന്നത്. 3 കിലോമീറ്റർ നീളത്തിൽ തിരതാങ്ങി അഥവാ ബ്രേക്ക് വാട്ടേഴ്സ് ഉള്ള തീരമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ ഉയരത്തിലാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ തിരതാങ്ങി നിർമ്മിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 1 ദശലക്ഷം TEU കണ്ടെയ്നറുകൾ വരെ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ളതാണ് ഈ തുറമുഖം. വലിയ മദർഷിപ്പുകളിലൊക്കെ പലപ്പോഴും വരുന്നത് 40 അടി വരെ നീളമുള്ള കണ്ടെയ്നറുകളായിരിക്കും. ഇപ്പറഞ്ഞത് 1ാം ഘട്ടത്തിലെ ശേഷി മാത്രമാണ് കേട്ടോ. പൂർണ്ണതോതിൽ സജ്ജമാകുന്നതോടെ പ്രതിവർഷം 6.2 ദശലക്ഷം അഥവാ 62 ലക്ഷം കണ്ടെയ്നറുകളാണ് നമ്മുടെ വിഴിഞ്ഞത്ത് കൈകാര്യം ചെയ്യാൻ കഴിയുക. തുറമുഖത്തെ കണ്ടെയ്നർ ബർത്തിന്റെ മാത്രം നീളം 2600 അടിയാണ്. ഏകദേശം 800 മീറ്റർ നീളത്തിൽ അതങ്ങ് കിടക്കുകയാണ്. ഇതുകൂടാതെ 600 മീറ്റർ നീളത്തിൽ ആഡംബര ക്രൂസ് കപ്പലുകൾക്കുള്ള ബർത്തും സജ്ജമാകും. ഇതോടെ കണ്ടെയ്നറുകൾ മാത്രമല്ല, ടൂറിസ്റ്റുകൾ വന്നിറങ്ങാൻ പോകുന്ന തീരമാകും വിഴിഞ്ഞം. കഥ ഇവിടെ കഴിയുന്നില്ല. ഇതുകൂടാതെ 620 മീറ്റർ നീളത്തിൽ വിവിധോദ്ദേശ ബർത്തും സജ്ജമാകും. കണ്ടെയ്നറുകളും ബൾക്ക് കാർഗോയും ഇവിടെ വന്നണയും. ക്രൂസ് ഷിപ്പുകൾക്കുള്ള 2ാമത്തെ ടെർമിനലായും ഇത് മാറും. മാനദണ്ഡം ഏതുമെടുക്കാം. അതെന്തായാലും രാജ്യത്തെ പ്രകൃതിദത്തമായ ഏറ്റവും വലിയ തുറമുഖം വിഴിഞ്ഞമാണ്. ഇതുവരെ അതിനുണ്ടായിരുന്ന തടസ്സം അടിസ്ഥാന സൗകര്യം ഒരുക്കാത്തതായിരുന്നു. എതിർത്ത് പാരിൽ എന്നെ വെല്ലലാമോ തേവി എന്നാണ് കോവളം കവികൾ ആവാട് തുറയിലിരുന്ന് 6 നൂറ്റാണ്ട് മുൻപ് പാടിയത്. എന്നെ തോൽപ്പിക്കാനാകുമോ എന്ന അതേ ചോദ്യമാണ് വിഴിഞ്ഞം തുറമുഖവും ലോകത്തോട് ചോദിക്കുന്നത്. പറ്റുമോ വെല്ലാൻ?